ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജീവ് മുല്ലശ്ശേരി. സിനിമ കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും പതിവ് പോലെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പുതിയ എപ്പിസോഡ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നാളുകളായിട്ട് സിനിമാ പ്രേമികളുടെ എല്ലാം മനസ്സിൽ ഒരു ചർച്ചാ വിഷയമായി കിടന്ന ഒരു സിനിമയെ കുറിച്ചാണ്. അല്പം സെൻസേഷണലായിട്ട് വന്ന ഒരു ചിത്രത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നായകനായി വരുന്ന JSK എന്ന സിനിമയെ കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത്. JSK, ജാനകി വിഷസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാളുകളായിട്ട് അതിന്റെ റിലീസ് സംബന്ധിച്ചുള്ള ചില പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ആ സിനിമയുടെ റിലീസ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സെൻസർ ബോർഡിന്റെ കുറച്ച് തിരുത്തലുകൾ ആവശ്യമാണ് എന്നുള്ള വാദത്തെ തുടർന്നാണ് അത് നീണ്ടു പോയത്. അത് കേസിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നീങ്ങി ഒടുവിൽ ചെറിയ തിരുത്തലുകൾക്ക് ശേഷം ആ സിനിമ 2025 ജൂലൈ 17 തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ JSK മൂവി കണ്ടു. കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ സെക്കൻഡ് ഷോയ്ക്കാണ് ഞാൻ സിനിമ കണ്ടത്. സിനിമയെ കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം പറയട്ടെ. സെൻസർ ബോർഡിന്റെ വിവാദ പരാമർശങ്ങളും വിവാദ തീരുമാനങ്ങൾക്കും ശേഷമാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തിയത്. ജാനകി എന്നൊരു പേരായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നമായിട്ട് വന്നത്. ജാനകി എന്ന് പറയുന്നത് ഹിന്ദു പുരാണത്തിലെ ഒരു ദേവതയുടെ പേരാണ് എന്നതിനെ പരാമർശിച്ചുകൊണ്ട് ആ പേര് സിനിമയിലെ കഥാപാത്രത്തിന് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു സെൻസർ ബോർഡിന്റെ ബാൻ വന്നിരുന്നത്. സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം JSK എന്ന സിനിമയിൽ ജാനകി എന്ന പേര് ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ JSK എന്ന സിനിമയുടെ ഫുൾ ഫോമായ ജാനകി വിഷസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതിന് പകരം ജാനകി വിഷസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നോ ജാനകി വിദ്യാധരൻ വിഷസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നോ ആക്കണമെന്നും ആയിരുന്നു സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം. പക്ഷേ സിനിമയിൽ 200-ലധികം പ്രാവശ്യമാണ് ജാനകി എന്ന പേര് ഉച്ചരിക്കുന്നത്. പതിവ് പോലെ സിനിമയുടെ ഡബ്ബിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും ചെയ്തതിന് ശേഷമാണ് സെൻസർ ബോർഡിൽ സിനിമ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ പേര് സിനിമയിൽ നിന്ന് പൂർണ്ണമായും മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ ജോലി തന്നെയാണ് എന്ന് അണിയറ പ്രവർത്തകർ എണ്ണമിട്ട് പറയുന്നു. ഒടുവിൽ സിനിമയുടെ പേര് ജാനകി വിഷസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കാമെന്നും കോർട്ട് സീനുകളിൽ ചില സ്ഥലങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യാമെന്നും സിനിമാ പ്രവർത്തകർ അംഗീകരിക്കുകയായിരുന്നു. അതിന് പ്രകാരം സെൻസർ ബോർഡ് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുകയുമായിരുന്നു. ഹിന്ദു പുരാണത്തിലെ ഏറെ ആരാധിക്കുന്ന സീത എന്ന ദേവതയുടെ മറ്റൊരു പേരാണ് ജാനകി. JSK എന്ന സിനിമയിൽ ജാനകി എന്ന കഥാപാത്രം ഒരുപാട് ക്രൂരതകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒരുപാട് അധിക്ഷേപങ്ങൾക്കിടയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേര് കഥാപാത്രത്തിന് ഇടാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് സെൻസർ ബോർഡ് ഇതിന് തടസ്സമായി നിന്നത്. കൃത്യമായി ആലോചിച്ച് ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം തന്നെയാണ് എന്ന് തികച്ചും സത്യസന്ധമായിട്ട് പറയേണ്ടി വരും. ശരിക്കും ജാനകി എന്ന കഥാപാത്രം സിനിമയിലെ വേറൊരു കഥാപാത്രം മാത്രമാണ്. കഥാകാരൻ എഴുതി ചേർത്ത ഒരു കഥാപാത്രം മാത്രമാണ് ജാനകി. അല്ലാതെ അത് ആ ദേവതയെ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപിക്കാനോ താഴ്ത്തിക്കെട്ടാനോ അല്ലെ കളിയാക്കാനോ ചെയ്ത ഒന്നായി എനിക്ക് തോന്നിയില്ല ചിത്രം കണ്ടപ്പോൾ. തീർത്തും അടിസ്ഥാനരഹിതമായ അല്ലെ യുക്തിരഹിതമായ ഒരു തീരുമാനം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ JSK എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ജൂലൈ 17 തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നു. മികച്ച അഭിപ്രായങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് JSK എന്ന സിനിമയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് JSK ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി സിനിമയിലേക്ക് വന്നാൽ മലയാളത്തിന്റെ സ്വന്തം ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നായകനായി എത്തുന്നു. അഡ്വക്കേറ്റ് ഡേവിഡ് ഏബൽ ഡൊണോവൻ എന്ന കഥാപാത്രത്തെ ശക്തമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി വീണ്ടും ഒരു മൊമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് JSKയിലൂടെ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രേമം എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് അനുപമ പരമേശ്വരൻ. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരന്റെ അതിശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ് നമുക്ക് JSKയിൽ കാണാൻ കഴിയുക. പ്രവീൺ നാരായണൻ എന്ന സംവിധായകന്റെ ഒട്ടും പതർച്ചയില്ലാതെ സിനിമയെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ആ പ്രതിഭയായുള്ള കലാകാരന് കഴിഞ്ഞിട്ടുണ്ട്. കോസ്മോസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഫനീന്ദ്രയാണ് JSK സിനിമ ജനങ്ങളിലേക്ക് നിർമ്മാണം ചെയ്ത് എത്തിക്കുന്നത്. അഡ്വക്കേറ്റ് ഡേവിഡ് ഏബൽ ഡൊണോവനായി സുരേഷ് ഗോപി എത്തുമ്പോൾ ജാനകി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അനുപമ പരമേശ്വരൻ തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രത്തെ തന്നെ
JSKയിലൂടെ നമുക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നു. സുരേഷ് ഗോപിക്കും അനുപമ പരമേശ്വരനും ഒപ്പം മാധവ് സുരേഷ് ഉണ്ട്, അതുപോലെ തന്നെ അസ്കർ അലിയുണ്ട്, സുധി രാമചന്ദ്രനുണ്ട്, ദിവ്യ പിള്ളയുണ്ട്, രമേഷ് കോട്ടയമുണ്ട്, ബാലാജി ശർമ്മയുണ്ട്, യദുകൃഷ്ണനുണ്ട്. അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത്. JSKയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗണദീപാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ഗിരീഷ് നാരായണനാണ്. അതുപോലെ സംജിത് മുഹമ്മദിന്റെ എഡിറ്റിംഗ് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് JSKയിൽ. ജിബ്രാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ JSK എന്ന സിനിമയെ വളരെ മികച്ച ഒരു ശബ്ദ അനുഭവമാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ ലാലേട്ടനെ നേരെന്ന സിനിമയെ ചിലപ്പോഴൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു മികച്ച സിനിമ തന്നെയാണ് JSK. ചിന്താമണി കൊലക്കേസിന് ശേഷം സുരേഷ് ഗോപി അഡ്വക്കേറ്റായി എത്തുന്ന ഒരു ചിത്രം കൂടിയാണ് JSK. തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായം തന്നെയാണ് JSK നേടുന്നതെങ്കിലും എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപക്ഷെ ആ സിനിമ അത്രയധികം രസിക്കണമെന്നില്ല. കാരണം അതൊരു ഫുൾ കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. കോമഡി പോലുള്ള എന്റർടൈൻമെന്റുകൾക്കോ അല്ലെങ്കിൽ പാട്ടുകൾക്കോ അത്രയധികം പ്രാധാന്യം നൽകാത്ത ഒരു സിനിമ തന്നെയാണ് JSK. ഇനി ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ഏതൊരു പ്രേക്ഷകനെയും 100% ത്രസിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്റർവെൽ വരെ സിനിമ ഏതൊക്കെയോ ലെവലുകളിൽ നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം വരുന്ന ചിത്രം, അതായത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചിത്രത്തിന്റെ ഗതി കുറച്ചൊന്നും മാറുന്നുണ്ട്. ഇന്റർവെല്ലിന് ശേഷം രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തെ ചടുലത നിലനിർത്താൻ സംവിധായകന് കുറച്ച് പാളിച്ച വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യ പകുതിയിൽ നമ്മൾ വളരെയധികം ത്രില്ലടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഗതി കുറച്ച് അല്പം മാറുന്നു. ആ ത്രില്ലിങ്ങിൽ കുറച്ച് വീഴ്ച വരുന്നു, കുറച്ച് താഴേക്ക് പോകുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ ക്ലൈമാക്സ് ആ ചിത്രത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു പഞ്ച് നൽകുന്നില്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇങ്ങനെ കുറച്ച് പോരായ്മകൾ എനിക്ക് അനുഭവപ്പെട്ടു എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ ഒരു മികച്ച ദൃശ്യാനുഭവം തന്നെയാണ്. എല്ലാ കഥാപാത്രങ്ങളും അവർക്ക് കിട്ടിയ കഥാപാത്രത്തെ മികച്ചതാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നാടകീയ ഡയലോഗുകളൊന്നും ഇല്ലാതെ യഥാർത്ഥ സുരേഷ് ഗോപിയിലേക്ക് ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഡേവിഡ് ആബേൽ ഡൊണോവൻ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അനുപമ പരമേശ്വരനിലേക്ക് വന്നാൽ ആ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അഭിനയ ചടുലത തന്നെയാണ് JSKയിൽ നമുക്ക് കാണാൻ കഴിയുക. അസ്കർ അലിയും തന്റെ റോള് മികച്ചതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാധവ് സുരേഷിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം നേരത്തെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു വലിയ ഡയലോഗുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും അദ്ദേഹത്തിന് കുറച്ചും കൂടെ മെച്ചമാക്കാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ പോലീസ് വേഷത്തിലെത്തിയ യദുകൃഷ്ണനും അഡ്വക്കേറ്റ് ആയിട്ട് വന്ന രമേഷ് കോട്ടയവും ജയൻ ചേർത്തലയും ഒക്കെ അവരുടെ റോളുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. JSK എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ മുതൽ ഒരുപാട് ഡീഗ്രേഡിങ്ങുകളും അതുപോലെ നെഗറ്റീവ് കമന്റുകളും ഒക്കെ അങ്ങിങ്ങി പൊങ്ങി വരുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ആ പറയുന്ന രീതിയിലുള്ള വലിയ ഡീഗ്രേഡിങ്ങിനുള്ള ഒരു ചിത്രമല്ല JSK. നമ്മൾ തിയേറ്ററിൽ ടിക്കറ്റിന് കൊടുക്കുന്ന പൈസ തീർച്ചയായിട്ടും നമുക്ക് മുതലാക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് JSK. വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ് JSK. 100% നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടുംബത്തോടൊപ്പം പോയി കാണാവുന്നതാണ്. എന്തൊക്കെ തന്നെ ആയാലും എല്ലാ തടസ്സങ്ങളെയും കവച്ചു വെച്ചുകൊണ്ട് JSK എന്ന മൂവി തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിലെയും പുറത്തുമുള്ള എല്ലാ സെന്ററുകളിലെയും മികച്ച അഭിപ്രായത്തോടുകൂടി JSK മുന്നേറുകയാണ്. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് JSK. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ആ സിനിമ കാണാവുന്നതാണ്. ഇനി ഓണചിത്രങ്ങളുടെ കുത്തൊഴുക്ക് വരാൻ തുടങ്ങുകയാണ്. ഓണം ഇതൊക്കെ അടുത്തു വന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇനി വരാനുമുണ്ട്. എല്ലാ ചിത്രങ്ങൾക്കും ഭാവുകങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ JSKയുടെ നല്ലൊരു വിജയത്തിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സിനിമാ കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇന്ന് മൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരവും പറഞ്ഞു പോകുന്നതിന് മുന്നേ എല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തേക്കണം കേട്ടോ, കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തേക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഇന്ന് പറയുന്ന പോലെ നമുക്ക് നല്ല ഊർജ്ജം ഉണ്ടാവും ഒരു അടുത്തൊരു വീഡിയോ ഇടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സഹകരണമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്, സിനിമ കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം.